ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സയൻസ് മേഖലയിലെ ഭാഗം 1 സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 6ാം ക്ലാസ്സിലെ സയൻസ് മേഖലയിലെ 1ാം ഭാഗത്തുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചലനത്തിനൊപ്പം ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പഠിക്കണേ. ഒത്തിരി PSC യുടെ LD മുതൽ LGS ഡിഗ്രി വരെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചലനത്തിനൊപ്പം എന്നുള്ള ഭാഗം പഠിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യമായി നമ്മൾ പഠിക്കാനുള്ളതാണ് ഭൂമിയുടെ ഭ്രമണം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സ്വയം തിരിയുന്നു. ഇതിനെ ഭൂമിയുടെ ഭ്രമണം എന്നറിയപ്പെടുന്നു. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സ്വയം തിരിയുന്നു. ഇതിനെ നമ്മൾ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നു. ശൂന്യതയിലൂടെ സമവേഗത്തിൽ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ചലനം നമുക്ക് അനുഭവപ്പെടാത്തത്. ശൂന്യതയിലൂടെ സമവേഗത്തിൽ ഭൂമിക്കൊപ്പം നമ്മൾ കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ചലനം നമുക്ക് അനുഭവപ്പെടാത്തത്. ഭൂമിയിലെ അന്തരീക്ഷവും ഭൂമിയിലെ വസ്തുക്കളും ഭൂമിക്കൊപ്പം സമവേഗത്തിൽ കറങ്ങുന്നു. വ്യത്യസ്ത വേഗത്തിലാണ് കറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലൊന്നും കാണില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷവും ഭൂമിയിലുള്ള നമ്മളും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിക്കൊപ്പം സമവേഗം, അതായത് തുല്യ വേഗത്തിൽ കറങ്ങുന്നത് കൊണ്ടാണ് ഭൂമി ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാത്തത്. ഭൂമിയുടെ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള ഭ്രമണ വേഗത 1667 കിലോമീറ്റർ. PSC യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളെ. ഡിഗ്രി ലെവൽ ചോദിച്ചതേ ഉള്ളൂ. ഭൂമിയുടെ ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭ്രമണ വേഗത എത്രയാണ്? 1667 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് കറങ്ങുന്നത്. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രധാന ചലനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. രക്തപര്യനം, ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ, ഹൃദയമിടിപ്പ്, ദഹന വ്യവസ്ഥയിലൂടെയുള്ള ആഹാരത്തിന്റെ ചലനം, മൂത്രം, വിയർപ്പ് തുടങ്ങിയവയുടെ പുറന്തള്ളല്. ഒന്നുമില്ല. മനുഷ്യരീരത്തിൽ നടക്കുന്ന പ്രധാന ചലനങ്ങൾ ചോദിച്ചാല് രക്തപര്യനം, ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങൾ, ഹൃദയമിടിപ്പ്, ദഹന വ്യവസ്ഥയിലൂടെയുള്ള ആഹാരത്തിന്റെ ചലനം, മൂത്രം, വിയർപ്പ് തുടങ്ങിയവയുടെ പുറന്തള്ളൽ പഠിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലനങ്ങളും ഉദാഹരണങ്ങളുമാണ്. ഭ്രമണചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് ഭ്രമണചലനത്തിന് ഉദാഹരണമാണ്. ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത് ഭ്രമണചലനത്തിന് ഉദാഹരണമാണ്. കൺഫ്യൂഷൻ ആവണ്ട. ഈ പെൻസിലിന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, അതിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് പെൻസിൽ എന്ത് ചെയ്യുന്നത്? ചുറ്റുന്നത്. അതിന്റെ അർത്ഥം ആ പെൻസിലിന് ഒരു കേന്ദ്രഭാഗം ആ പെൻസിലിലുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി അവൻ കറങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഭ്രമണം എന്ന് പറയാം. പമ്പരം കറങ്ങുന്നത് ഭ്രമണചലനമാണ്. കണ്ടോ, പമ്പരത്തിന്റെ സെൻട്രൽ പോർഷൻ ഒരു ആണി പോലുള്ള ഭാഗമുണ്ട്. ഇതിനെ കേന്ദ്രമാക്കിയാണ് ആ പമ്പരം കറങ്ങുന്നത്. അപ്പൊ നമുക്ക് പറയാം പമ്പരം കറങ്ങുന്നത് ഭ്രമണമാണ് എന്ന്. ഫാൻ കറങ്ങുന്നത് ഭ്രമണചലനമാണ് അല്ലെ സുഹൃത്തുക്കളെ. ഫാന്റെ മുകളിൽ ഒരു കമ്പിയുണ്ട്. ആ കമ്പിയിലാണ് ഫാൻ തൂങ്ങിക്കിടക്കുന്നത്. ആ കമ്പിനെ സെൻട്രൽ പോയിന്റ് ആയിക്കൊണ്ടാണ് ആര് കറങ്ങുന്നത്? നമ്മുടെ ഫാൻ കറങ്ങുന്നത്. അപ്പോൾ ഫാൻ കറങ്ങുന്നത് ഭ്രമണചലനമാണ്. വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് അല്ലെ, ആക്സിലിന് ചുറ്റുമാണ് വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഭ്രമണചലനമാണ്. ഭൂമിയുടെ ഭ്രമണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിവിധ തരം മോട്ടോറുകളുടെ ചലനം ഭ്രമണചലനമാണ്. പൊടിമില്ലിലെ ചക്രങ്ങളുടെ ചലനം ഭ്രമണചലനമാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രത്തിന്റെ ചലനവും ഭ്രമണചലനമാണ്. പഠിക്കുക. ഒന്നുകൂടി പറഞ്ഞു തരാം. ഭ്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ: ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നത്, പമ്പരം കറങ്ങുന്നത്, ഫാൻ കറങ്ങുന്നത്, വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത്, ഭൂമിയുടെ ഭ്രമണം, വിവിധ തരം മോട്ടോറുകളുടെ ചലനം, പൊടിമില്ലിലെ ചക്രങ്ങളുടെ ചലനം, തയ്യൽ മെഷീനിലെ ചെറിയ ചക്രത്തിന്റെ ചലനം. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ പഠിക്കുക. അടുത്തതാണ് വർത്തുള ചലനം. എന്താ സുഹൃത്തുക്കളെ വർത്തുള ചലനം എന്ന് വെച്ചാൽ? വർത്തുളം എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ എന്താണ്? വൃത്താകൃതിയിലുള്ള ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം അറിയപ്പെടുന്ന പേരാണ് വർത്തുള ചലനം. വൃത്താകൃതിയിലുള്ള പാതയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം അറിയപ്പെടുന്ന പേരാണ് വർത്തുള ചലനം. ഉദാഹരണം ചോദിച്ചാൽ കോമ്പസ് കൊണ്ട് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനം. കോമ്പസ് കൊണ്ട് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനം. കയറി കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് വർത്തുള ചലനം. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നത് വർത്തുള ചലനം. പാർക്കിലെ ചില റൈഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വർത്തുള ചലനത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ചക്കിന് ചുറ്റുമുള്ള കാളയുടെ ചലനം ചോദിച്ചാൽ വർത്തുള ചലനം. ചക്കിന് ചുറ്റുമുള്ള കാളയുടെ ചലനം വർത്തുള ചലനം. ക്ലോക്കിലെ സൂചിയുടെ ചലനം വർത്തുള ചലനം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൃത്താകാര പാതയിലൂടെ ഒരു വസ്തുവിന്റെ ചലനത്തെ നമ്മൾ വർത്തുള ചലനം എന്ന് പറയുന്നു.
വർത്തുള ചലനത്തിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണം. കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണം. വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നത് വർത്തുള ചലനത്തിന് ഉദാഹരണം. പാർക്കിലെ ചില റൈഡുകൾ വർത്തുള ചലനത്തിന് ഉദാഹരണം. ചക്കിന് ചുറ്റുമുള്ള കാളയുടെ ചലനം വർത്തുള ചലനം. ക്ലോക്കിലെ സൂചിയുടെ ചലനം വർത്തുള ചലനം പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കേണ്ട ചലനമാണ് നേർരേഖാ ചലനം. എന്താ സുഹൃത്തുക്കളെ നേർരേഖാ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് നേർരേഖാ ചലനം. ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് നേർരേഖാ ചലനം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുന്നത് നേർരേഖാ ചലനം. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുന്നത് നേർരേഖാ ചലനം. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ PSC ക്വസ്റ്റ്യനുമാണ്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ലിഫ്റ്റ് ഉയരുന്നത് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. വെടിയുണ്ടയുടെ ചലനം നേർരേഖാ ചലനമാണ്. തൊടുത്തുവിട്ട അമ്പിന്റെ ചലനം നേർരേഖാ ചലനമാണ്. കിണറ്റിൽ നിന്നും ബക്കറ്റിൽ നേരെ മുകളിലേക്ക് ഉയർത്തുന്ന നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് നേർരേഖാ ചലനം എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് നേർരേഖാ ചലനം. നേർരേഖാ ചലനത്തിന് ഉദാഹരണം ചോദിച്ചാൽ സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്, ഞെട്ടറ്റു വീഴുന്ന മാമ്പഴം, ലിഫ്റ്റ് ഉയരുന്നത്, വെടിയുണ്ടയുടെ ചലനം, തൊടുത്തുവിട്ട അമ്പിന്റെ ചലനം, കിണറ്റിൽ നിന്നും ബക്കറ്റ് നേരെ മുകളിലേക്ക് ഉയർത്തുന്നത്, ഇതെല്ലാം നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ബലവും ചലനവും തമ്മിലുള്ള ബന്ധം. ബലവും ചലനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ സഹായിക്കുന്നത് ബലമാണ്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ആ വസ്തുവിന് ചലനം നൽകുന്നതാണെന്ന് ചോദിച്ചാൽ ബലമാണ്. ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ സഹായിക്കുന്നതും ബലമാണ്. ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കുകയും നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ആരാണ്? ബലമാണ്. ചലനത്തിന് ദിശയും ചലനവേഗത കൂട്ടാനും കുറയ്ക്കാനും ബലത്തിന് കഴിയും. ചലനത്തിന്റെ ദിശ മാറ്റാനും ചലനത്തിന്റെ വേഗത കൂട്ടാനും കുറയ്ക്കാനും ബലത്തിന് കഴിയും. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് ദോലനമെന്ന്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം എന്നറിയപ്പെടുന്നത്. എന്താ സുഹൃത്തുക്കളെ ദോലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി, തുലന സ്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ പറയും ഇക്വിലിബ്രിയം പോയിന്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അപ്പോൾ ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്ത് ചെയ്യുന്നു? ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് സുഹൃത്തുക്കളെ? ദോലനം എന്ന്. എന്തെന്നാ പറയുന്നത്? ദോലനം എന്ന്. നമുക്ക് ദോലനത്തിന് ഉദാഹരണം നോക്കാം. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം പഠിച്ചോളണേ. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, അതുപോലെ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം. ഇതിലെ ഊഞ്ഞാലിന്റെ ചലനവും ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനവും ഏകദേശം 20 തവണയിൽ കൂടുതൽ PSC ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾ പഠിക്കുക. ദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്നതാണ്. ഇതിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം പഠിക്കുക. അടുത്തതാണ് കമ്പനം. എന്താ സുഹൃത്തുക്കളെ കമ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെ കമ്പനം എന്നറിയപ്പെടുന്നു. ദ്രുതഗതിയിലുള്ള ദോലനത്തെ കമ്പനം എന്നറിയപ്പെടുന്നു. കമ്പന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കമ്പന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ്. എന്നാൽ ദോലനങ്ങളെല്ലാം കമ്പന ചലനം എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ദോലനങ്ങൾ ദ്രുതഗതിയിലാവുമ്പോൾ മാത്രമേ അവന്മാരെ നമ്മൾ കമ്പനം എന്ന് പറയാറുള്ളൂ. അപ്പോ കമ്പനങ്ങളെല്ലാം എന്തിനു ഉദാഹരണം എന്ന് പറയാം? ദോലനങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പറയാം. കമ്പനത്തിന് ഉദാഹരണം ചോദിച്ചാൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം. ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം കമ്പനത്തിന് ഉദാഹരണമാണ്. വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡ് തട്ടുമ്പോഴുള്ള ചലനം കമ്പനമാണ്. വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡ് തട്ടുമ്പോഴുള്ള ചലനം ചോദിച്ചാൽ അത് കമ്പനത്തിന് ഉദാഹരണമാണ്. വീണയിലെ കമ്പിയുടെ ചലനം. വീണയുടെ കമ്പിയുടെ ചലനം എന്താണ്? കമ്പനത്തിന് ഉദാഹരണമാണ്. വീണയുടെ കമ്പിയുടെ ചലനം പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. കമ്പനത്തിന് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം. ദ്രുതഗതിയിലുള്ള ദോലനത്തെ കമ്പനം എന്നറിയപ്പെടുന്നു. കമ്പന ചലനങ്ങളെല്ലാം ദോലനങ്ങളാണ്. ഇനി കമ്പനത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ചലനം, വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ തട്ടുമ്പോഴുള്ള ചലനം, വീണയുടെ കമ്പിയുടെ ചലനമെല്ലാം കമ്പനമാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് തുലനസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. തുലനസ്ഥാനം ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്തിന് വിധേയമായിക്കൊണ്ട് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലത്തിന് ചേർന്ന് നിന്നുകൊണ്ട് നിശ്ചലമായി നിൽക്കുന്ന ഇടമാണ് തുലനസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്തിന് വിധേയമായിക്കൊണ്ട് നിശ്ചലമായി നിൽക്കുന്ന ഇടമാണ് അതിന്റെ തുലനസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഒരു യന്ത്രത്തിന് നൽകുന്ന ബലത്തെ
മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ചുകൊണ്ട് അവയെ നമുക്ക് ചലിപ്പിക്കുവാൻ സാധിക്കുന്നു. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നവയാണ് ചെയിന്, ബെൽറ്റ്, ചക്രവും അതുപോലെ ആക്സിലും. ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒരു യന്ത്രത്തിന് നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ നമുക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവയെ കൂടി നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ മുതലായവ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്താണ് പൽചക്രങ്ങൾ എന്ന്. എന്താ സുഹൃത്തുക്കളെ പൽചക്രങ്ങൾ എന്ന്? പൽചക്രങ്ങൾ ചലന വേഗത കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ദിശ മാറ്റുന്നതിനും ഉപയോഗിക്കുന്നു. പൽചക്രങ്ങള് ചലന വേഗത കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ദിശ മാറ്റുന്നതിനും ഉപയോഗിക്കുന്നു. പൽചക്രങ്ങൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് കളിപ്പാട്ട നിർമ്മാണം, ക്ലോക്ക്, വാച്ച്, ടൈം പീസ് എന്നിവയുടെ നിർമ്മാണം, കരിമ്പിൻ ജ്യൂസ് മെഷീനില്, റബ്ബർ ഷീറ്റ് അടിക്കുന്ന യന്ത്രം, ഹാൻഡ് ഡ്രില്ല്, വാഹനങ്ങളുടെ ഗിയർ ആക്സില്, പാർക്കിലെ പലതരം റൈഡുകളില്, കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനില്, സൈക്കിൾ മുതലായവ. ഇത് മാത്രമല്ല ഒത്തിരി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കേട്ടോ പൽചക്രങ്ങൾ. ഇംഗ്ലീഷിൽ നമ്മള് ഗിയർ എന്ന പേരിൽ അവനെ വിളിക്കും. ഇപ്പോൾ ഉള്ളവർക്ക് സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണും പൽചക്രങ്ങൾ അല്ലെങ്കിൽ ഗിയർ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ അവ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. കളിപ്പാട്ടങ്ങളുടെ നിർമ്മാണം, ക്ലോക്ക്, വാച്ച്, ടൈം പീസ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. കരിമ്പിൻ ജ്യൂസ് മെഷീനില്, റബ്ബർ ഷീറ്റ് അടിക്കുന്ന യന്ത്രത്തില്, ഹാൻഡ് ഡ്രില്ലില്, വാഹനങ്ങളുടെ ഗിയർ ആക്സില്, പാർക്കിലെ പലതരം റൈഡുകള്, കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ, സൈക്കിൾ മുതലായവ പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഏറ്റവും അവസാനത്തെ, അതായത് നമ്മുടെ പാർട്ട് 1 ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് ആഹാരം ആരോഗ്യത്തിന്. എന്താ സുഹൃത്തുക്കളെ? ആഹാരം ആരോഗ്യത്തിന്. നമുക്ക് നോക്കാം ഈ ചാപ്റ്റർ എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന്. ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പറഞ്ഞത്. കഴിഞ്ഞ ചാപ്റ്ററും ഈ ചാപ്റ്ററും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏകദേശം 50-ൽ കൂടുതൽ വരുന്ന സയൻസ് മേഖലയിലെ ചോദ്യങ്ങളും ഈ 2 പാഠഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക ആഹാരം ആരോഗ്യത്തിന്. ആദ്യമായി നമ്മൾ പഠിക്കാനുള്ളതാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ധാന്യകം നിർമ്മിച്ചിരിക്കുന്ന ബേസിക് ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയെ ഉപയോഗിച്ചാണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിന്റെ മുഖ്യധർമ്മം. അപ്പോ ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ മുഖ്യധർമ്മം എന്താ സുഹൃത്തുക്കളെ? ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പഠിച്ചോളണേ. ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയില് അന്നജ രൂപത്തിലുള്ള ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അന്നജത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് അയഡിൻ ടെസ്റ്റ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്നജത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് അയഡിൻ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അന്നജം അയഡിനുമായി പ്രവർത്തിച്ച് കടും നീല നിറം ഉണ്ടാക്കുന്നു. അന്നജം അയഡിനുമായി പ്രവർത്തിച്ച് കടും നീല നിറം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാർബന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കൂടിയുള്ള ഒരു രൂപമാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ PSC ചോദിച്ചിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ധാന്യകത്തിന്റെ ഭാഗം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ കാണപ്പെടാത്ത മൂലകം ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. എന്നിട്ട് കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നിട്ട് ഏറ്റവും കൂടുതൽ PSC നൈട്രജൻ ആയിരിക്കും ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിന്റെ മുഖ്യധർമ്മം അല്ലെങ്കിൽ ധാന്യങ്ങളുടെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അന്നജത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്. അന്നജം അയഡിനുമായി പ്രവർത്തിച്ച് കാട്ടും നീല നിറം ഉണ്ടാക്കുന്നു. പഠിക്കും. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മാംസ്യം അഥവാ പ്രോട്ടീൻ. മാംസ്യം അഥവാ പ്രോട്ടീൻ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാനമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. പഠിച്ചോളനെ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീരകോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിക്കുക. ശരീരകോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോട്ടീൻ ആണ്. പഠിക്കുക. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ജോലിമാർ കൊണ്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിനുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകങ്ങൾ. പഠിച്ചോളനെ. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട
മൂലകങ്ങൾ. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഓരോ കിലോഗ്രാമിനും 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ ലഭിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതില് പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ ലഭിക്കണം. പ്രോട്ടീൻ കുറവ് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീൻ കുറവ് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം, എന്താണ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാംസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകരമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീരകോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോട്ടീൻ ഉപയോഗിച്ചാണ്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ ലഭിക്കണം. പ്രോട്ടീന്റെ കുറവ് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പഠിക്കുക. അടുത്തതാണ് ക്യോഷിയോക്കർ എന്ന രോഗം. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്യോഷിയോക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരത്തിൽ ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുന്നു. പഠിക്കുക. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്യോഷിയോക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കുന്നു. പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ചോദിച്ചാൽ ചെറുപയറാണ്. പഠിച്ചോളണേ. അല്ലെങ്കിൽ പയറെന്നാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചത്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തു ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെറുപയറാണ്. 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. പഠിക്കുക. 100 ഗ്രാം ചെറുപയറിലെ 24 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കാണപ്പെടുന്നത് താറാവിറച്ചിയിലാണ്. 100 ഗ്രാം താറാവിറച്ചിയിൽ 21.6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേ. താറാവിറച്ചിയില് 100 ഗ്രാം താറാവിറച്ചിയിൽ 21.6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. കോഴിമുട്ടയിലെ പ്രോട്ടീന്റെ അളവ് 13.3 ഗ്രാം ആണ്. പഠിച്ചോളുക. കോഴിമുട്ടയിലെ പ്രോട്ടീന്റെ അളവ് എത്രയാണ്? 13.3 ഗ്രാം ആണ്. ഏറ്റവും കുറഞ്ഞ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണവസ്തു പശുവിന്റെ പാലാണ്. പശുവിൻ പാലിലെ പ്രോട്ടീന്റെ അളവ് 3.2 ഗ്രാം ആണ്. അതായത് 100 ഗ്രാം പശുവിൻ പാൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രോട്ടീന്റെ അളവ് എത്രയാണ്? 3.2 ഗ്രാം ആയിരിക്കും. പ്രോട്ടീൻ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന മിശ്രിതമാണ് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും അതിനോടൊപ്പം ആരെയും കൂടെ ചേർത്ത് കൊടുക്കണം, 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയും. 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിനൊപ്പം 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനിയും കൂടെ ചേർത്തിട്ട് അതിന് നമുക്ക് ഏത് ഭക്ഷണ പദാർത്ഥമാണോ പ്രോട്ടീൻ ഉണ്ടോ ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഭക്ഷണ പദാർത്ഥത്തെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ലായനിയുടെ നിറം വയലറ്റ് നിറമായാൽ അവിടെ പ്രോട്ടീന്റെ സാന്നിധ്യം മനസ്സിലാക്കാം. നിറം എന്തായിട്ട് മാറണം? ലായനിയുടെ നിറം വയലറ്റ് നിറമായി കഴിഞ്ഞാൽ അത് പ്രോട്ടീന്റെ സാന്നിധ്യം മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കൊഴുപ്പ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. പഠിച്ചോളണേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ ഇനം പരിപ്പുകൾ എന്നിവയിൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നു. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ എന്നിവയിൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് കൊഴുപ്പാണ്. വിവിധതരം എണ്ണകള്, നെയ്യ് തുടങ്ങിയ പല വസ്തുക്കളിൽ നിന്നും എന്താണ് വേർതിരിച്ചെടുക്കുന്നത്? കൊഴുപ്പാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്നു. ചില വൈറ്റമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഈ വൈറ്റമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഈ വൈറ്റമിനുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൊഴുപ്പുകൾ പ്രധാനമായും സസ്യജന്യവും ജന്തുജന്യവുമുണ്ട്. കൊഴുപ്പുകൾ പ്രധാനമായിട്ടും സസ്യജന്യ കൊഴുപ്പുകളുമുണ്ട്, ജന്തുജന്യ കൊഴുപ്പുകളുമുണ്ട്. ഉയർന്ന ഊർജം പ്രദാനം ചെയ്യുന്നവയാണ് കൊഴുപ്പുകൾ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഉയർന്ന ഊർജം പ്രദാനം ചെയ്യുന്നവയാണ് കൊഴുപ്പുകൾ. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും 9 കിലോ കാലറി ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും 9 കിലോ കാലറി ഊർജമാണ് ലഭിക്കുന്നത്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ 15% മുതൽ 30% വരെയുള്ള ഊർജം മാത്രമേ കൊഴുപ്പിൽ നിന്നും സ്വീകരിക്കാവൂ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 15% മുതൽ 30% വരെയുള്ള ഊർജം മാത്രമേ കൊഴുപ്പിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുവാൻ പാടുള്ളൂ. പഠിക്കുക.
അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കൊഴുപ്പും കൊളസ്ട്രോളും. നമ്മൾ പലരുടെയും പേടി സ്വപ്നമായിട്ടുള്ള കൊഴുപ്പും കൊളസ്ട്രോളിനെയും പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. കൊഴുപ്പിന്റെ രൂപാന്തരമാണ് കൊളസ്ട്രോള്. കൊഴുപ്പിന്റെ മറ്റൊരു രൂപാന്തരമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നിന്നും ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നു. ഇതാണ് പ്രശ്നം കേട്ടോ. ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കൊളസ്ട്രോൾ ലഭിക്കുന്നതിൽ ഉൾപ്പെടെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? കൊളസ്ട്രോള് നിർമ്മിക്കുന്നുമുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കൊള്ളുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ അത് രക്തക്കൊള്ളുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്നു. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ സംവഹനം ചെയ്യുന്നതിന് സഹായിക്കുന്നവയാണ് ലൈപ്പോ പ്രോട്ടീനുകൾ. പഠിക്കുക, കൊളസ്ട്രോളിനെ രക്തത്തിലൂടെ സംവഹനം ചെയ്യാൻ സഹായിക്കുന്നവയാണ് ലൈപ്പോ പ്രോട്ടീനുകൾ. ലൈപ്പോ പ്രോട്ടീനുകൾ രണ്ട് തരമുണ്ട്, HDL ഉം LDL. ഇപ്പോൾ പല സുഹൃത്തുക്കളും ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടവരായിരിക്കും. അപ്പോൾ ലൈപ്പോ പ്രോട്ടീനുകൾ രണ്ട് തരമുണ്ട്, HDL ഉം LDL ഉം. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ഉം നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ഉമാണ്. കഴിഞ്ഞ തവണത്തെ LD-യുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക, പ്രീവിയസ് ആണ്. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ഉം നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ഉമാണ്. മിക്ക സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു പോയിന്റ് ആണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, HDL-ലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആണ് എന്നങ്ങ് പഠിക്കുക. HDL-ലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആണ് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ നല്ല ഹെൽത്ത് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഏതാണ്? HDL ആണ്. ചീത്ത കൊളസ്ട്രോൾ എന്ന് ചോദിച്ചാൽ അത് LDL ഉമാണ്. ഇനി കൺഫ്യൂഷൻ പാടില്ല. HDL-ലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളിനെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളിലെ കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്ന പരീക്ഷണമാണ് പേപ്പർ സ്പോട്ട് ടെസ്റ്റ്. എന്താണ് പേപ്പർ സ്പോട്ട് ടെസ്റ്റ്? എന്തിനാ ഉപയോഗിക്കുന്നത്? ഭക്ഷണ പദാർത്ഥത്തിലെ കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതാണ്. വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഒരു ഫിൽറ്റർ പേപ്പർ എടുക്കുക. ആ ഫിൽറ്റർ പേപ്പറിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൊഴുപ്പടങ്ങിയ ഒരു ഭക്ഷണം എന്ത് ചെയ്യുക? വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഭക്ഷണ പദാർത്ഥം എടുത്തു മാറ്റുക. അപ്പൊ എന്ത് ചെയ്യും? ഫിൽറ്റർ പേപ്പറിൽ എണ്ണ പറ്റിയതുപോലെ ഇങ്ങനെ എന്ത് ചെയ്യും? പാട് വീഴും. ഇത് നമ്മൾ എന്തിനുപയോഗിക്കുന്നു? ഭക്ഷണ പദാർത്ഥത്തിലെ കൊഴുപ്പിന്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കൾ. അതിനെയാണ് ഈ പേപ്പർ സ്പോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്കൊക്കെ വെച്ച് പറയുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ പഠിക്കും. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ സാധാരണ അളവ് 200 mg/dl ആണ്. പഠിച്ചോളുക. രക്തത്തിലെ സാധാരണ കൊളസ്ട്രോളിന്റെ അളവ് എത്രയാണ്? 200 mg/dl ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 മുതൽ 110 mg/dl ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയാ സുഹൃത്തുക്കളെ? 70 മുതൽ 110 വരെ mg/dl ആണ്. പഠിക്കുക. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ സാധാരണ അളവ് 200 mg/dl ആണ്. രക്തത്തിലെ പഞ്ചസാരയുടെ സാധാരണ അളവ് 70 മുതൽ 110 mg/dl ആണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജീവകങ്ങൾ. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ജീവകങ്ങൾ. ഇതിൽ ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. നമുക്ക് പഠിക്കാം. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ സങ്കീർണമായ ജൈവ പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. എന്താ ജീവകങ്ങൾ എന്ന് ചോദിച്ചാല് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ സ്ഥിരം ഇങ്ങനെ നടക്കുന്ന കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ സങ്കീർണമായ ജൈവ പദാർത്ഥങ്ങളാണ് ജീവകങ്ങൾ. ആകെ ജീവകങ്ങളുടെ എണ്ണം 16. മനുഷ്യരിൽ ആകെ ജീവകങ്ങളുടെ എണ്ണം എത്രയാണ്? 16 ആണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് B-യും C-യും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എത്രയാണ്? B-യും C-യും മാത്രമാണ്. തവിട് കളയാത്ത ഭക്ഷ്യയോഗ്യമായ എല്ലാ ധാന്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ പയറിനങ്ങളിലും B-യും C-യും അടങ്ങിയിരിക്കുന്നു. തവിട് കളയാത്ത ഭക്ഷ്യയോഗ്യമായ എല്ലാ ധാന്യങ്ങളിലും അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ പയറിനങ്ങളിലും എന്താണ്? B-യും C-യും അടങ്ങിയിരിക്കുന്നു. അണ്ടിപ്പരിപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിൽ ജീവകം B-യുടെയും C-യുടെയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അണ്ടിപ്പരിപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിൽ ജീവകം B-യും C-യും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അടക്ക് അല്ലെങ്കിൽ ADEK. വിറ്റമിൻ A, വിറ്റമിൻ D, വിറ്റമിൻ E, വിറ്റമിൻ K ഇവരെ മാത്രം എന്ത് ചെയ്യുന്നു? കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. പാൽ, മുട്ട, നെയ്യ് എന്നിവയിൽ ധാരാളമായി അടക്കടങ്ങിയിരിക്കുന്നു. പാല്, മുട്ട, നെയ്യ് എന്നിവയിൽ ധാരാളമായിട്ട് ADEK എന്നീ ജീവകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ കണക്കു പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരന് ഒരു ദിവസം 295 ഗ്രാം പച്ചക്കറി ഭക്ഷണം കഴിക്കണമെന്നാണ് കണക്ക്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ കണക്ക് പ്രകാരം പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം 295 ഗ്രാം പച്ചക്കറി ഭക്ഷണം കഴിക്കണമെന്നാണ് കണക്ക്. പഠിക്കുക.
അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകം എയെ പറ്റിയാണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നത് ജീവകം എ ആണ്. അല്ലെങ്കിൽ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം എ ആണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ ധാരാളമായി ജീവകം എ കാണപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഇതിൽ തന്നെ കരളിൽ കാണപ്പെടുന്ന ജീവകം എ എന്ന് ചോദിച്ചുകൊണ്ട് ജീവകം എ ആണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങള്, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയിലയും PSC പ്രീവിയസ് ആണ്. ഇവയില് കാണപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം എ ആണ്, പഠിക്കുക. ജീവകം ബി ആണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തലാണ് ജീവകം ബിയുടെ പ്രധാനപ്പെട്ട ജോലി. ധാന്യങ്ങളും പ്രോട്ടീൻ എന്നിവയെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ജീവകം ബിയുടെ ജോലി എന്ന് പറയുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവ ജീവകം ബിയുടെ പ്രത്യേകതയാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണവും ത്വക്കിന്റെ ആരോഗ്യവും സംരക്ഷിക്കുന്ന ആരാണ്? ജീവകം ബി ആണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ ധാരാളമായിട്ട് ബി കാണപ്പെടുന്നു. വൈറ്റമിൻ ബി കാണപ്പെടുന്നത് എവിടെയാണ്? ധാന്യങ്ങളുടെ തവിട്. ഇത് PSC പ്രീവിയസ് ആണ് കേട്ടോ. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ ധാരാളമായിട്ട് വിറ്റമിൻ ബി കാണപ്പെടുന്നു, പഠിക്കുക. അടുത്തതാണ് വിറ്റമിൻ സി. ത്വക്ക്, പല്ല്, മോണ, ഇങ്ങനെ തന്നെ പഠിച്ചോളേ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഉപയോഗിക്കുന്നത് ജീവകം സി ആണ്. അല്ലെ, ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ജീവകം സി ആണ്. ഏതൊക്കെയാണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ആരാണ്? ജീവകം സി ആണ്. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നത് ജീവകം സി ആണ്. പഴങ്ങള്, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നത് ജീവകം സി ആണ്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി നീരാവിക്കൊപ്പം നഷ്ടപ്പെടുന്നു. പഴങ്ങളും പച്ചക്കറികളും എന്നിവ വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി എന്തെയും നീരാവിക്കൊപ്പം നഷ്ടപ്പെടുന്നു. അടുത്തതാണ് ജീവകം ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം, ഇവയെല്ലാം ജീവകം ഡിയുടെ മാത്രം പ്രത്യേകതകൾ അല്ലെങ്കിൽ അവയുടെ മാത്രം ഉപയോഗങ്ങളാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും ഉപയോഗിക്കുന്നത് ജീവകം ഡി ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം ഡി ആണ്. പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഡി ആണ്, പഠിച്ചോളെ. പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഡി ആണ്, അടുത്തതാണ് ജീവകം ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഇ ആണ്. സസ്യ എണ്ണകളിൽ കൂടി ലഭിക്കുന്ന ജീവകം ചോദിച്ചാൽ അത് ജീവകം ഇ ആണ്. ഇത് പ്രീവിയസ് ആണ്. സസ്യ എണ്ണകളിൽ കൂടി ലഭിക്കുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം ഇ ആണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ജീവകം കെ ആണ്. ജീവകം കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം കെ ആണ്. ഇതിൽ കോളിഫ്ലവർ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം കെ ആണ്, പഠിക്കും. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ധാതു ലവണങ്ങൾ. എന്താ സുഹൃത്തുക്കളെ ധാതു ലവണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ധാതു ലവണങ്ങൾ കാണപ്പെടുന്നത് ശരീരദ്രവങ്ങളിലും കലകളിലുമാണ്. മനുഷ്യ ശരീരത്തിൽ ധാതു ലവണങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ശരീരദ്രവങ്ങളിലും കലകളിലുമാണ്. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാതു ലവണങ്ങളാണ് ഇരുമ്പ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സൾഫർ, മെഗ്നീഷ്യം മുതലായവ. മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളാണ് ഇരുമ്പ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സൾഫർ, മെഗ്നീഷ്യം മുതലായവ. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാനമായ ധാതുലവണം ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രധാന ധാതുലവണം എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. ഇരുമ്പിന്റെ അഭാവം വിളർച്ചാ രോഗം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇരുമ്പിന്റെ അഭാവം വിളർച്ചാ രോഗം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ ധാരാളമായിട്ട് ഇരുമ്പ് കാണപ്പെടുന്നു. ഇലക്കറികള് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ ധാരാളമായിട്ട് ഇരുമ്പിന്റെ സാന്നിധ്യം കാണപ്പെടുന്നു. അടുത്തതാണ് കാൽസ്യവും ഫോസ്ഫറസും. ഇവ രണ്ടുപേരും ഒന്നിച്ചങ്ങ് പഠിക്കുക കേട്ടോ. കാൽസ്യവും ഫോസ്ഫറസും എല്ലിന്റെയും പല്ലിന്റെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ധാതു ലവണമാണ്
കാൽസ്യവും ഫോസ്ഫറസും. പഠിച്ചോളനെ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതു ലവണമാണ് കാൽസ്യവും ഫോസ്ഫറസും. ഏത്തപ്പഴം, മരിച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ ധാരാളം കാണപ്പെടുന്നു കാൽസ്യവും ഫോസ്ഫറസും കാണപ്പെടുന്നത് ഏത്തപ്പഴം, മരിച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ് ധാരാളം കാണപ്പെടുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സോഡിയം. സോഡിയത്തെ പറ്റി നമുക്ക് നോക്കാം. ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുക എന്ന ധർമ്മം നിറവേറ്റുന്ന ധാതു ലവണമാണ് സോഡിയം. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളനെ, ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുക എന്ന ധർമ്മം നിറവേറ്റുന്ന ധാതു ലവണം എന്ന് ചോദിച്ചാൽ അത് സോഡിയമാണ്. സോഡിയം നമുക്ക് ലഭിക്കുന്നത് കറിയുപ്പിൽ നിന്നുമാണ്. പഠിച്ചോളുക, സോഡിയം നമുക്ക് ലഭിക്കുന്നത് കറിയുപ്പിൽ നിന്നാണ്. കാരണം എന്താണ്? കറിയുപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണല്ലേ NaCl, സോഡിയം ക്ലോറൈഡ് അല്ലെ സുഹൃത്തുക്കളെ കറിയുപ്പ്. അപ്പൊ കറിയുപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ലഭിക്കും? അതിൽ നിന്നും സോഡിയം ലഭിക്കുന്നു. അടുത്തതായി നമുക്കുള്ളതാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് മാനസിക വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ധാതു ലവണമാണ് അയഡിൻ. പഠിച്ചോളനെ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ധാതു ലവണമാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ പ്രധാനമായും ലഭിക്കുന്നത് കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിൽ നിന്നുമാണ്. പഠിക്കുക. അയഡിൻ പ്രധാനമായിട്ടും നമുക്ക് ശരീരത്തിൽ ലഭിക്കുന്ന എവിടെ നിന്നൊക്കെയാണ്? കടൽ വിഭവങ്ങളിൽ നിന്നും, അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്നും, കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്നുമാണ്. പഠിക്കുക. അടുത്തതാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. എന്താണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ? നമുക്ക് നോക്കാം. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ, പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിപ്പിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ മാലക്കണ്ണ്, അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ? ഇപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും പഠിച്ചോ. നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം? ഇവന്മാർ 3 പേരും ഒരാൾ തന്നെയാണ്. നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ് നിശാന്തത എന്ന പേരിൽ അറിയപ്പെടുന്നത്. മങ്ങിയ പ്രകാശത്തില് കാഴ്ച മങ്ങുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നിശാന്തത. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്, അല്ലെങ്കിൽ നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് ബെറി എന്ന് വിളിക്കും കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ബെറി എന്ന്. അപ്പോ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറി. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണ് എന്നറിയപ്പെടുന്നത്. വായില് വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണ് എന്നറിയപ്പെടുന്നത്. പഠിക്കുക. അടുത്തതാണ് ജീവകം സി. ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. എന്താണ് സ്കർവി? ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. മോണയിൽ നിന്നുള്ള പഴുപ്പും രക്തസ്രാവവുമാണ് സ്കർവി രോഗം എന്നറിയപ്പെടുന്നത്. മോണയിൽ നിന്നുള്ള പഴുപ്പും രക്തസ്രാവവുമാണ് സ്കർവി രോഗം എന്നറിയപ്പെടുന്നത്. പഠിക്കുക. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ എന്ന് പറയുന്നത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് കണ എന്നറിയപ്പെടുന്നത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് കണ എന്നുള്ളത്. പഠിക്കുക. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ. രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അനീമിയയുടെ പ്രധാന ലക്ഷണം. രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് അനീമിയയുടെ പ്രധാന ലക്ഷണം. പഠിക്കുക. അയഡിൻ. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. തൊണ്ടമുഴ ഉണ്ടാകുന്ന അവസ്ഥയെ ഗോയിറ്റർ എന്നറിയപ്പെടുന്നു. തൊണ്ടയിൽ മുഴയുണ്ടാകുന്ന അവസ്ഥയെ ഗോയിറ്റർ എന്നറിയപ്പെടുന്നു. എന്താ സുഹൃത്തുക്കളെ? തൊണ്ടയിൽ മുഴയുണ്ടാകുന്ന അവസ്ഥയെ ഗോയിറ്റർ എന്നറിയപ്പെടുന്നു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പോഷകേതര ഘടകങ്ങൾ. എന്താണ് പോഷകേതര ഘടകങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് ജലമാണ്. നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗവും ജലമാണ്. നമ്മുടെ ശരീരത്തിലെ 2/3 ഭാഗവും ജലമാണ്. തലച്ചോറിന്റെ 85% ജലമാണ്. തലച്ചോറിന്റെ 85% ജലമാണ്. രക്തത്തിന്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചോളണേ.
രക്തത്തിന്റെ 90% ജലമാണ്, എല്ലുകളുടെ 25% ജലമാണ്, തലച്ചോറിന്റെ 85% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ആരാണ്? ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്നു. പഠിക്കുക, മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടമാകുന്നുണ്ട്. നവജാത ശിശുക്കളുടെ ശരീരത്തിൽ 90% ജലമായിരിക്കും. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിക്കുക, നവജാത ശിശുക്കളുടെ ശരീരത്തിലെ 90% ജലമായിരിക്കും. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 75% ജലം ഉണ്ടായിരിക്കും. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. പഠിക്കുക, പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ 75% ജലം ഉണ്ടായിരിക്കും. പ്രായമായ, അതായത് വയസ്സായ ഒരു വ്യക്തിയിൽ 65% ജലം ഉണ്ടായിരിക്കും. പ്രായമായ അല്ലെങ്കിൽ വയസ്സായ ഒരു വ്യക്തിയിൽ 65% ജലം ഉണ്ടായിരിക്കും. ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിലും കുറഞ്ഞ അളവിലെങ്കിലും ജലം ഉണ്ടായിരിക്കും. അതിപ്പോ പൊരിച്ചതോ കരിച്ചതോ എന്തോ ആവട്ടെ, ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിലും കുറഞ്ഞ അളവിൽ എന്തുണ്ടായിരിക്കും? ജലം ഉണ്ടായിരിക്കും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നാരുകൾ, അഥവാ നമ്മൾ അവരെ വിളിക്കുന്നതാണ് ഫൈബർ അല്ലെങ്കിൽ നാരുകൾ എന്ന്. ഫൈബർ അല്ലെങ്കിൽ നാരുകളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. പഠിക്കുക, എന്താണ് നാരുകൾ എന്ന് ചോദിച്ചാൽ സസ്യ ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ എന്ന് പറയുന്നത്. കാരണം നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചാണ്? സെല്ലുലോസ് വെച്ചിട്ടാണ്. എന്താണ്? സെല്ലുലോസ് വെച്ചിട്ടാണ്. സെല്ലുലോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യ ശരീരത്തിന് ഇല്ല. അതുകൊണ്ടാണ് നാരുകൾ നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുവാൻ കഴിയാത്തതെന്ന് പഠിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സെല്ലുലോസ് കൊണ്ടാണ് ആരെ നിർമ്മിച്ചിരിക്കുന്നത്? നാരുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിലെ പോഷകഘടകങ്ങൾ നൽകുന്നെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. ശരീരത്തിലെ പോഷകഘടകങ്ങൾ ഒന്നും ആരും നൽകുന്നില്ല, നാരുകൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരം സുഗമമാക്കുന്നു. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയിൽ ധാരാളമായിട്ട് നാരുകള് കാണപ്പെടുന്നു. എന്തിലൊക്കെയാണ്? തവിടടങ്ങിയ ധാന്യങ്ങള്, ഇലക്കറികള്, പച്ചക്കറികള്, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയില് നാരുകളുടെ കലവറയാണ്, അല്ലെങ്കിൽ നാരുകള് ധാരാളം കാണപ്പെടുന്നു. നാരുകളുടെ അഭാവം മലബന്ധത്തിന് കാരണമാകുന്നു. പഠിച്ചോളെ, നാരുകളുടെ അഭാവം മലബന്ധത്തിന് കാരണമാകുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സമീകൃതാഹാരമാണ്. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ സമീകൃത ആഹാരം എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് സമീകൃത ആഹാരം? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെ സമീകൃത ആഹാരം എന്ന് പറയുന്നു. പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. സുഹൃത്തുക്കൾ എല്ലാവരും ഈ ക്ലാസ് വ്യക്തമായിട്ട് കണ്ട് സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം LDക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ പോയിന്റ്സ് എല്ലാം പഠിച്ചു വെക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കൾ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരം.